ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് പ്രത്യേകിച്ച് സബ്ജക്റ്റോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടല്ല, നിങ്ങളുടെ ഒരു എനർജിയാണ് ഞാനിപ്പോൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോ ആരുടെയൊക്കെ മുന്നിലേക്കാണോ എത്തുന്നത്, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, എനർജി ലെവൽ, കറന്റ് സിറ്റുവേഷൻ ഏത് രീതിയിലാണ്, ആ ഒരു കാര്യങ്ങളിൽ നിന്നും അടുത്ത നിയറസ്റ്റ് ഭാവിയിൽ തന്നെ, അതായത് സമീപ ഭാവിയിൽ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റങ്ങൾ വരാനായിട്ട് പോകുന്നത്. അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിക്കൊള്ളട്ടെ, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിക്കൊള്ളട്ടെ, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ആ ഒരു മാറ്റങ്ങൾ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങളെക്കുറിച്ച് പോസിറ്റീവ് ആയിട്ട് മാത്രം തിങ്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് പ്രോസസ്സിംഗിലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കത് നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിക്ക് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. ഒരു ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നിങ്ങൾ അതിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവുക. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അതും അതോടൊപ്പം തന്നെ നിങ്ങൾക്കായിട്ടുള്ള ഒരു ഗൈഡൻസും എന്താണെന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴൊക്കെയാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോഴൊക്കെയും നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. അതുപോലെ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും അതുപോലെ തന്നെ നല്ലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ പൂർണ്ണമായിട്ടും ഒന്ന് പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് ഇരുന്നുകൊണ്ട് തന്നെ കാണാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ ഒരു നിശബ്ദതയിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു പീസ്ഫുൾ മൈൻഡ് സെറ്റിൽ ഇതുമായിട്ട് കൂടുതലായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ കാർഡ്സ് ഷഫിൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് നടന്നു കിട്ടുന്നതായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. ക്യൂൻ ഓഫ് കപ്സ് ആണ് നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. ദ മൂൺ, നൈറ്റ് ഓഫ് സോർഡ്സ്, മജീഷ്യൻ, eight of swords, the star, six of pentacles, eight of wands, seven of wands, ten of cups, knight of wands, ten of swords, king of wands, the hermit, nine of wands, four of wands, eight of pentacles, ഒരു കാർഡ് കൂടെ വന്നിട്ടുണ്ട്, six of swords, temperance, five of swords, five of wands. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ദ ചാരിയറ്റ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി ലെവൽ ഏത് രീതിയിലാണെന്ന് നോക്കുവാണെങ്കിൽ, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവലിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണ് ആദ്യം തന്നെ പറയേണ്ടത്. ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങൾ. നിങ്ങളുടെ ഒരു
ക്യാരക്ടർ വൈസ് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ. ഓവർ തിങ്കിങ് ചെയ്യാന്ന് പറയുമ്പോഴേക്കും ഓൾറെഡി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഇരട്ടിയായിട്ടാണ് നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നത്. ചിലപ്പോൾ ചെറിയൊരു പ്രശ്നമായിരിക്കും, പക്ഷെ അതിന് ഡബിൾ മടങ്ങ് ചിന്തിച്ചു കൂട്ടുന്നതാണ് നിങ്ങൾ അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. ചിലപ്പോൾ ഒരു വലിയ പ്രശ്നമായിരിക്കും, അതിനെ വീണ്ടും വീണ്ടും ഡബിളിലേക്ക് നിങ്ങൾ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളാണ്. കാരണം നിങ്ങളുടെ ചിന്താഗതി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ജഗ്ലിങ്ങിലാണ്. ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നേടണം എന്ന് നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നും നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു മനസ്സ് കൊണ്ടിട്ടല്ലെങ്കിൽ പോലും നിങ്ങൾ കൈകൾ കൊണ്ടിട്ട്, അതായത് ഫിസിക്കൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എത്രത്തോളം ട്രൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ഒരു 1 മുതൽ 10ലേക്ക് എത്തുമ്പോൾ അത് ലഭിക്കുന്നുണ്ടെങ്കിൽ 9 വരെ എത്തുമ്പോൾ നിങ്ങൾക്ക് ജഗ്ലിംഗ് ആണ്. കിട്ടുമോ കിട്ടില്ലേ, അല്ലെങ്കിൽ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുക, അല്ലെങ്കിൽ വിഷമിച്ച് അവിടെ തന്നെ ഇരിക്കുക. അപ്പൊ ആ ഒരു കംപ്ലീറ്റ് ആക്കാതെ പകുതി വെച്ചിട്ട് നിർത്തി പോരുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ആ ഒരു മാനിഫെസ്റ്റേഷന്റെ ഇടയിൽ പോലും നിങ്ങൾക്കുള്ളിൽ അത് നിങ്ങൾക്ക് ലഭിക്കുമോ എന്നുള്ളൊരു സംശയമാണ് എപ്പോഴും നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നത്. ഓവർ തിങ്കിങ് ആണ് നിങ്ങളുടെ മെയിൻ ആയിട്ടൊരു പ്രശ്നം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തികളായിരിക്കും നിങ്ങൾ. ആ ഒരു കണ്ണടച്ച് വിശ്വസിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ചതിയിലൊക്കെ നിങ്ങൾ അകപ്പെട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കും. ഒരുപാട് ശത്രുക്കളെ നിങ്ങൾ സമ്പാദിച്ചെടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതായത് അങ്ങോട്ട് ചെന്ന് മേടിച്ച് സമ്പാദിക്കുന്ന രീതിയുള്ള പേഴ്സൺ ആയിട്ട് തന്നെയാണ് നിങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾക്ക് ശത്രുവായിട്ട് നിൽക്കുന്നത്. നിങ്ങൾ ഒരുപാട് വിശ്വസിച്ചിട്ട് ആരെയൊക്കെയാണോ ലൈഫിലേക്ക് ചേർത്ത് നിർത്തിയിരിക്കുന്നത് അവരിൽ നിന്നെല്ലാം തന്നെ നിങ്ങൾക്കൊരു തിരിച്ചടിയോ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുകളോ ഒക്കെ നേരിട്ട വ്യക്തികൾ തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പൊ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വിജയിക്കണം എന്ന് ആഗ്രഹിച്ച് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒരു വിഭാഗം വ്യക്തികൾക്ക് നിങ്ങൾക്കിപ്പോൾ തിരിച്ചറിവ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾക്കൊരു തിരിച്ചടി തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ക്യാരക്ടർ നിങ്ങൾ തന്നെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. സത്യം എന്താന്നുള്ളത് ഹെർമിറ്റ് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ സ്വന്തമായിട്ട് തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കി പല കാര്യങ്ങളും നിങ്ങൾ ഇപ്പൊ തിരിച്ചറിയുന്നുണ്ട്. എവിടെയൊക്കെയാണ് അബദ്ധങ്ങൾ പറ്റിയിരിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരെയും ജീവിതത്തിലേക്ക് അടുപ്പിക്കാതെ നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നു പറയുന്നത് പോലെ നിങ്ങളിപ്പോ ചൂടുവെള്ളത്തിലും അല്ല പച്ചവെള്ളത്തിലും അല്ല സൾഫ്യൂരിക് ആസിഡിൽ മുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. അത് അത്രത്തോളം പേടിയാണ് നിങ്ങൾക്ക് ഇപ്പൊ ആരെങ്കിലുമൊക്കെ അടുപ്പിക്കാൻ. എങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിച്ച് പോകുന്ന ഒരു പ്രശ്നവും നിങ്ങളിലുണ്ട്. അപ്പൊ അതിന് നിങ്ങൾക്കിവിടെ ആദ്യമേ തന്നെ ഒരു ഗൈഡൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ആ ഒരു രീതികളിൽ നിന്ന് നിങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണ്. ഇമോഷൻസിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ദേഷ്യമാണെന്നുണ്ടെങ്കിലും സങ്കടമാണെന്നുണ്ടെങ്കിലും ഏത് രീതിയിലുള്ള ഇമോഷൻ ആണെങ്കിലും ഒരു ലിമിറ്റിൽ വിട്ടിട്ട് മറ്റുള്ളവരിലേക്ക് അത് എക്സ്പ്രസ് ചെയ്യാതിരിക്കുക. നിങ്ങളുടേതായ ഒരു ലിമിറ്റേഷൻ നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് നോക്കുവാണെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറഞ്ഞു വരാം. ഇവിടെ വന്നിരിക്കുന്ന ഒരു സ്പ്രെഡിൽ പറയുകയാണെങ്കിൽ ആദ്യമേ തന്നെ ക്യൂൻ ഓഫ് കപ്സ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ 6 ഓഫ് പെന്റക്കിൾസും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈകാരികപരമായിട്ടുള്ള ഒരു ജീവിതത്തിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിനെ, ഇപ്പൊ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ ഇപ്പൊ തീർച്ചയായിട്ടും ഇല്ല. അവരുടെ ഒരു തിരിച്ചുവരവിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, അഫർമേഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ 6 ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറയുവാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും നിങ്ങൾ പോലും അറിയാതെ വലിയ രീതിയിൽ ഒരു പണം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു സമ്പത്ത് നിങ്ങളിലേക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ കൂടെ നിന്ന് വിശ്വസിച്ചവർ തന്നെയാണ് നിങ്ങളിൽ നിന്ന് ആ ഒരു പണം നേടി മാറിപ്പോയിരിക്കുന്നത്. അതായത് ഒരു ചീറ്റിംഗിൽ അകപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തികളുടെ എനർജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചീറ്റിംഗ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങളായിട്ട് തന്നെ പോയി ചാടി കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങൾ ആ ഒരു അടിയുറച്ച് ഒരു പരിധിയിൽ കൂടുതൽ വിശ്വസിക്കാൻ പോയിരിക്കുന്നത് കൊണ്ടിട്ടാണ് ആ ഒരു person നിങ്ങളെ cheat ചെയ്തിട്ട് പോയിരിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ mixed energy ആയിട്ടാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പണം തിരിച്ചു കിട്ടുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങളിലേക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു സമയത്ത് hope ആണ് വന്നിരിക്കുന്നത്. ഒരുപാട് പ്രതീക്ഷകളിലൂടെ തന്നെ സ്റ്റാർ ഹോപ്പ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതെല്ലാം നേടാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അത് തീർച്ചയായിട്ടും നേടുക തന്നെ ചെയ്യും എന്നൊരു അടിയുറച്ച വിശ്വാസത്തിൽ നിങ്ങൾ ഇപ്പോഴും Knight of Swords ആണ് അതിന്റെ പുറകെ chase ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വ്യക്തിയുടെ പുറകെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു നഷ്ടപ്പെട്ട പണത്തിന്റെ പുറകെ ആണെന്നുണ്ടെങ്കിലും. അപ്പൊ നമുക്കിവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു chasing കാര്യങ്ങൾ ആദ്യമേ തന്നെ നിർത്തുക. ഇപ്പൊ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ ചില വ്യക്തികൾ ആ ഒരു chasing കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട്.
മറ്റു ചിലർ ഇപ്പോഴും ചിലപ്പോൾ ചേസ് ചെയ്യുന്നുണ്ടായിരിക്കും ആ ഒരു വ്യക്തി എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ചേസിങ് മെന്റാലിറ്റി നിങ്ങളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു ടൈം ആണ്. അതുപോലെ ഈ ഒരു പണത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതുമായിട്ട് മുന്നോട്ടേക്ക് തന്നെ പോകേണ്ടതുമാണ്. പക്ഷെ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മൂൺ എനർജി ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് രണ്ട് രീതിക്ക് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അകാരണമായ ചിന്തകൾ, അകാരണമായ ഭയം, ഓവർ തിങ്കിങ്, ആ ഒരു സംശയദൃഷ്ടിയോടുകൂടി മുന്നോട്ടേക്ക് വീക്ഷിക്കുന്ന ഒരു അവസ്ഥ. ആ ഒരു കാര്യങ്ങൾക്ക് കൂടെ നിങ്ങൾ ഒരു മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. കാരണം നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടക്കുക തന്നെ ചെയ്യും. കാരണം ഇവിടെ വന്നിരിക്കുന്നത് തന്നെ മാനിഫെസ്റ്റേഷൻ കാർഡാണ്. മജീഷ്യൻ എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വരുന്ന സമീപ ഭാവിയിൽ തന്നെ നിങ്ങൾക്ക് അത് അനുഭവയോഗ്യമാക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. എയ്റ്റ് ഓഫ് സോൾസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. എയ്റ്റ് ഓഫ് സോൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കഴിവുകളെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു ഐഡന്റിറ്റി, നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വത്തെ ഒന്നും നിങ്ങൾ പൂർണ്ണമായിട്ടും പുറത്തേക്ക് എടുത്തിട്ടില്ല എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ അതിൽ നിന്ന് ആ ഒരു കെട്ടിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ നിങ്ങൾ ഒരുപാട് ഒരു നല്ല ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൂർണ്ണമായ കഴിവ് നിങ്ങൾ പുറത്തേക്ക് എടുത്തിട്ടില്ല. പല രീതിക്ക് നിങ്ങളുടെ ആ ഒരു കഴിവുകളെ നിങ്ങൾ തന്നെ സ്വയം കെട്ടി നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു കെട്ടുകൾ പൊട്ടിച്ച് പുറത്തേക്ക് വരണം. ആ ഒരു നെഗറ്റീവ് തോട്ട്സ് ചുറ്റും നിൽക്കുന്നവർ ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നായിരിക്കാം നിങ്ങൾ ആ ഒരു കാര്യങ്ങളിൽ കെട്ടിക്കിടക്കുന്നത്. ആ ഒരു നെഗറ്റിവിറ്റി എല്ലാം കംപ്ലീറ്റ്ലി വിട്ടഴിച്ചിട്ട് നിങ്ങൾ ആ ഒരു പൂർണ്ണമായിട്ടും നിങ്ങൾ ആ ഒരു കണ്ണ് തുറന്ന് പുറത്തേക്ക് വരേണ്ടത് അനിവാര്യമാണ്. നമുക്കിവിടെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും ഈ ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഈ ഒരു ആളെ പേഴ്സണെ ഇവിടെ കെട്ടി നിർത്തിയിരിക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അവരെ ആരും കെട്ടിയിട്ടില്ല. അവര് കണ്ണടച്ച് നിൽക്കുന്നത് കൊണ്ടിട്ടാണ് അവരെ ആരോ കെട്ടിയതായിട്ട് അവർക്ക് തോന്നുന്നത് ഈ ഒരു മിററിലൂടെ നോക്കുമ്പോൾ. പക്ഷെ യഥാർത്ഥത്തിൽ അവരെ ആരും കെട്ടി നിർത്തിയിരിക്കുന്നില്ല. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളെ ആരും കെട്ടി നിർത്തിയിട്ടില്ല. നിങ്ങളായിട്ട് തന്നെയാണ് നിങ്ങളുടെ ആ ഒരു ചട്ടക്കൂട് നിർമ്മിച്ചിട്ട് അതിനുള്ളിൽ ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ ആദ്യം പുറത്തേക്ക് വരിക. ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എയ്റ്റ് ഓഫ് വാണ്ട്സ് ആണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്നതാണ്. നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ കൺട്രോളിങ് കാര്യങ്ങൾ അതുപോലെ നിങ്ങളുടെ ആ ഒരു കഴിവുകളെ പുറത്തേക്ക് എടുത്തതിന് ശേഷം ആ ഒരു ചേസിങ് മെന്റാലിറ്റി കാര്യങ്ങളെല്ലാം നിർത്തി ഒരു സെൽഫ് ലവിലേക്ക് നിങ്ങളുടേതായ ആ ഒരു ഹൈ എനർജി നിങ്ങൾ തിരിച്ചറിഞ്ഞ് പുറത്തേക്ക് വരുന്ന ആ ഒരു ടൈമിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവാനായിട്ട് പോവുകയാണ്. 7 ഓഫ് wands ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു ഹേർട്ട് ചക്ര അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സാക്രൽ ചക്ര നിങ്ങളുടെ ചക്രാസ് എല്ലാം തന്നെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു ടൈം ആണിത്. ഒരുപാട് മെഡിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികൾ ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജി ആയിട്ട് കണക്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കാനായിട്ട് പോകുന്നത്. മറ്റ് വ്യക്തികൾ ഞാൻ പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടേതായ രീതികളാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മെഡിറ്റേഷൻ ഒക്കെ ആവശ്യമാണ്. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ചൈതന്യത്തിലുള്ള നിങ്ങളുടെ ഒരു പ്രാർത്ഥന പോലും മെഡിറ്റേഷൻ ആണ്. Okay. അപ്പോൾ ആ ഒരു മെഡിറ്റേഷൻ ലെവലിലേക്ക് നിങ്ങൾ എത്തണം. നിങ്ങളിലേക്ക് തന്നെ പൂർണ്ണമായിട്ട് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യേണ്ട ടൈം ആണിത്. മറ്റ് പല കാര്യങ്ങളുടെയും പുറകെ ഓടാതെ നിങ്ങളിലേക്ക് തന്നെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു എനർജി ലെവലിലേക്ക് കുറച്ചുകൂടെ ഹൈ ലെവലിലേക്ക് ആ ഒരു എനർജിയിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആരുടെ പുറകെയാണോ എന്തിന്റെ പുറകെയാണോ ചേസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് റൺ ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം നേരെ റിട്ടേൺ സംഭവിക്കും. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ നിങ്ങളുടെ പുറകെ ചേസ് ചെയ്തു വരുന്ന ഒരു സംഭവമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നത്. കാരണം നിങ്ങൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് നോക്കുമ്പോൾ തന്നെ കാണാം ക്യൂൻ ഓഫ് കപ്സ് അതുപോലെ തന്നെ മജീഷ്യൻ കാർഡ് ഇതെല്ലാം തന്നെ ഒരുതരം മാനിഫെസ്റ്റേഷൻ എനർജിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എല്ലാ രീതിക്കും നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പൊ നിങ്ങൾ ഇത്രയും കഠിനമായിട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യങ്ങളിൽ ആ ഒരു സംശയവും കാര്യങ്ങളും കൂടെ ഒഴിവാക്കി നിങ്ങളുടെ ഇമോഷൻസിനെയും നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്ത് നിങ്ങളുടേതായ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുന്ന ആ ഒരു ടൈമിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് ഈ ഒരു കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. 10 ഓഫ് കപ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ആ ഒരു സ്നേഹിക്കുന്ന പേഴ്സണ് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. അത് നിങ്ങളുടെ ഹസ്ബൻഡ് ആയിക്കൊള്ളട്ടെ വൈഫ് ആയിക്കൊള്ളട്ടെ ഒരു ലവർ ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലും ആയിക്കൊള്ളട്ടെ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു സന്തോഷകരമായ ലൈഫ് നിങ്ങളെ കാത്ത് മുന്നോട്ടേക്ക് ഇരിക്കുന്നുണ്ട്.
ആ ഒരു എനർജിയിലേക്ക് എത്തിപ്പെടുക എന്നുള്ള ഒരു കാര്യങ്ങളിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി ലെവലിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് കൂടെ സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ആ ഒരു വേദനകൾക്കെല്ലാം പൂർണ്ണമായിട്ടും ഒരു മാറ്റം, നിങ്ങൾക്കൊരു ആഘോഷം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് പോവുകയാണ്. ഇത്രയും നാള് നിങ്ങൾ ഒരുപാട് ദുഃഖഭാരം ചുമന്നിട്ട്, of course ആണ്, ഒരുപാട് ദുഃഖഭാരം ചുമന്ന് നിങ്ങൾ നടന്നിരുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു മാറ്റങ്ങൾ സംഭവിച്ചിട്ട് ആ ഒരു മരണതുല്യമായ വേദനകളും അതുപോലെ നിങ്ങളെ ചുറ്റിപ്പറ്റി നിറഞ്ഞു നിന്നിരുന്ന ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലീസ് ആയിട്ട് നിങ്ങളിലേക്ക് ഒരുപാട് പോസിറ്റീവ് എനർജീസ് അട്രാക്റ്റ് ആയി നിങ്ങളുടെ ജീവിതം സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്കാണ് എത്താനായിട്ട് പോകുന്നത്. ആ ഒരു സന്തോഷകരമായ അവസ്ഥയെ സ്വീകരിക്കാനായിട്ട് നിങ്ങൾ എല്ലാ രീതിക്കും തയ്യാറെടുക്കേണ്ട വ്യക്തികൾ തന്നെയാണ്. അതുപോലെ നിങ്ങൾ ഒരു ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് അലയുന്ന ഒരു അവസ്ഥയാണ് ഇത്. എബ്രോഡിലേക്കൊക്കെ പോവാനായിട്ട് നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ വന്ന് നിൽക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു പരിവർത്തനം സംഭവിക്കാനായിട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് വേദനിച്ച് മാത്രം ഇരിക്കാതെ നിങ്ങൾ ആ ഒരു വേദനകളെല്ലാം റിലീസ് ചെയ്യണം ആദ്യം തന്നെ. ഇമോഷൻസ്, ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഇമോഷൻസ് നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എനർജീനെ ലോയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിനെയെല്ലാം നിങ്ങൾ റിലീസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ട് പോസിറ്റീവ് ആയിട്ടുള്ളൊരു തോട്ട്സ് നിങ്ങളുടെ ഉള്ളിലേക്ക് ക്രിയേറ്റ് ചെയ്യുക. ഒരു ഡൗട്ട്സോ കാര്യങ്ങളോ ഇല്ലാതെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് അതിൽ ബിലീവ് ചെയ്ത് മുന്നോട്ടേക്ക് വരിക. തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളൊരു ജോലി സംബന്ധമായിട്ടൊക്കെ പുറത്തേക്ക് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു വെളിച്ചം വരാനായിട്ട് പോവുകയാണ്, ഒരു വിജയം വരാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു തൊഴിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോവുകയാണ്. അതുപോലെ പുറത്തേക്ക് പോകാൻ ഇരിക്കുന്നവർക്ക് അതിനുള്ള ഒരു ഭാഗ്യമാണ് വരാനായിട്ട് പോകുന്നത്. ഒരുപാട് മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. പരിവർത്തനം, കംപ്ലീറ്റ്ലി ഒരു പരിവർത്തനം സംഭവിക്കുന്ന ഒരു സ്റ്റേജിലൂടെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രത്തോളം പെയിൻ നിങ്ങൾ ഈ ഒരു സമയത്ത് അനുഭവിക്കുന്നുണ്ടായിരിക്കാം. മരണതുല്യമായ ഒരു വേദന എന്ന് പറയുമ്പോൾ അത്രയും വളരെ ഒരു വേദനയിലൂടെ ആയിരിക്കും നിങ്ങൾ പോകുന്നത്. ഒരുപാട് വിശ്വാസത്തോടു കൂടി കൂടെ കൂട്ടിയ വ്യക്തികളിൽ നിന്നെല്ലാം വളരെ വലിയ രീതിയിൽ നെഞ്ചിൽ തറക്കുന്ന രീതിയിലുള്ള വേദനകൾ സമ്മാനിച്ചു പോയ വ്യക്തികളുണ്ട്. ഹെർമിറ്റ് എനർജിയാണ് വന്നിരിക്കുന്നത്. തീർത്തും ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു വേദനാജനകമായ സിറ്റുവേഷൻ, ഒറ്റപ്പെടലിലിരുന്ന് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പൊ തിരിച്ചറിയുന്നുണ്ട്, റിയലൈസ് ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ് ജീവിതത്തിൽ നല്ലവര്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ജീവിതത്തിൽ തോൽപ്പിച്ച് കളഞ്ഞു പോയവര്, ഇനി ആരെയൊക്കെ ജീവിതത്തിലേക്ക് അടുപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു വിഭാഗം ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും അവർക്ക് പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ ഒരു ഭയം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം ഭയം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് വരിക. നിങ്ങൾ പുറത്തേക്ക് വരാനായിട്ട് തയ്യാറെടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. നയൻ ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഭയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം അതിജീവിച്ച് ഒരു വിജയം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു എനർജിയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണിത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് നടക്കുക തന്നെ ചെയ്യും. അതുപോലെ നമുക്ക് ഇവിടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ നമ്മൾ ആദ്യം ഫാമിലി കാർഡിന്റെ പറഞ്ഞു. അതുപോലെ നിങ്ങൾ ഒരു ലവേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് ആണ് ആഗ്രഹിക്കുന്നത്, അത് ഒരു ലോങ് ടേം ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ലഭിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിനും നിങ്ങളുടെ ആ ഒരു വേദനകൾക്കും എല്ലാത്തിനും മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ മനസ്സ് തിരിച്ചറിഞ്ഞിട്ട് അവരായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് പോവുകയാണ്. ഇതുവരെ അവരുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർക്ക് എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ അവരൊരു കൺഫ്യൂഷൻ സ്റ്റേജിലായിരുന്നു. സ്വാർത്ഥതാ മനോഭാവത്തോടു കൂടിയൊക്കെ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ വ്യക്തികളാണെങ്കിൽ പോലും അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിലും അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഒരവസ്ഥയിലാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. നിങ്ങളുടെ മനസ്സിന്റെ വേദനയും നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ ആ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന്റെ അതിന്റെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും കൊണ്ടിട്ട് നിങ്ങളുടെ പേഴ്സണ് ആ ഒരു നെഗറ്റീവ് തോട്ട്സ് എല്ലാം അവരിൽ നിന്ന് റിലീസ് ആയി പോയിരിക്കുന്നു, അല്ലെങ്കിൽ അവർ ചെയ്തത് തെറ്റാണെന്നുള്ള ഒരു ചിന്ത അവരിലേക്കും വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നെഗറ്റീവ് തോട്ട്സ് കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന പ്രോബ്ലംസ് കാര്യങ്ങൾ എല്ലാം അവരായിട്ട് തന്നെ പൂർണ്ണമായിട്ടും വലിച്ചെറിഞ്ഞ് അല്ലെങ്കിൽ എറിഞ്ഞു കളഞ്ഞ് ശാന്തമായ ഒരു ജീവിതം അവർക്ക് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങളിലേക്ക് ഒരു തിരിച്ചുവരവ്, അതായത് ആ ഒരു സ്നേഹമാവുന്ന ഭാണ്ഡവുമായിട്ട് നിങ്ങളിലേക്ക് ഒരു തിരിച്ചുവരവും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തന്നുകൊണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ആഘോഷമാണ്. ഓക്കെ, ഒരു സെലിബ്രേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു വിവാഹത്തിലേക്കൊക്കെ നോക്കി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു വിവാഹം നിങ്ങൾക്ക് നടക്കാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പൊ അവരായിട്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് പോവുകയാണ്. ലൈഫിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ബാലൻസിങ്ങിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ ഒരുപാട് വ്യക്തികൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരുപാട് പണങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിനെ എല്ലാം നിങ്ങൾ കൺട്രോൾ ചെയ്തിട്ട് ബുദ്ധിപൂർവമായിട്ടുള്ള നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ നിങ്ങളിൽ നിന്ന് ആരൊക്കെയാണോ ആ ഒരു പണവും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി പോയിരിക്കുന്നത് അവരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു പണങ്ങളെല്ലാം തിരികെ നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കുന്നതാണ്.
നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തി നിങ്ങളൊരു കോൺഫിഡൻസ് ലെവലിലേക്ക് വരാനായിട്ട് പോവുകയാണ്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ ആ ഒരു പണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ കോടതി വഴിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ നിങ്ങൾ അതൊക്കെ തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നഷ്ടപ്പെട്ട പണം, സമ്പത്ത് എല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ എത്തിച്ചേരാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇമോഷൻസ് കാര്യങ്ങൾ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യണം എന്നുള്ളത് ഞാൻ ആദ്യം പറയും. അതുപോലെ തന്നെ ഈ ഒരു ആളുകളെ വിശ്വസിച്ച് എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു മെന്റാലിറ്റി ഒക്കെ നിങ്ങളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. 5 ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരുപാട് ഡിപ്രഷൻ സ്റ്റേജിലൂടെ തന്നെയാണ് നിങ്ങൾ പോയിരിക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ടിട്ട് എന്താണ് ഇനി മുന്നോട്ടേക്ക് വേണ്ടത് എന്നുള്ളത് അറിയാതെ ഒരു ആക്ഷനും ഇല്ലാതെ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് കുറച്ച് നാളുകളായിട്ട് ഒരു ഗ്രോത്തും ഇല്ലാതെ റെസ്റ്റിംഗ് കാർഡ് ആണ്. പ്രത്യേകിച്ച് ഒരു ഗ്രോത്തും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. അതിപ്പോ ലൈഫിന്റെ കാര്യത്തിൽ, ഫാമിലി ലൈഫ് ആയിക്കൊള്ളട്ടെ, ഫിനാൻസ് കാര്യങ്ങളായിക്കൊള്ളട്ടെ, എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഒരു വിജയവും ഇല്ലാതെ നിങ്ങൾ ഒരുപാട് ഓവർ തിങ്കിങ്ങിലൂടെ പോയ വ്യക്തികളാണ്. ഓവർ തിങ്കിങ് ആണ് നിങ്ങളുടെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു നെഗറ്റിവിറ്റി കാര്യങ്ങളെല്ലാം നിങ്ങൾ പൂർണ്ണമായിട്ട് റിലീസ് ചെയ്തിട്ട് അതിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു എനർജി തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം ഇപ്പൊ അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളായിരിക്കും. ഒരുപാട് പേര് അതിന് വേണ്ടിയിട്ട് ശ്രമിച്ച് പുറത്തേക്ക് കടന്നവരുണ്ടായിരിക്കാം. മറ്റു ചിലവര് ശ്രമിച്ചിട്ടും അവർക്ക് ആ ഒരു തോട്ട്സ് ബാക്കിലേക്ക് വലിക്കുന്ന ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് അത്യാവശ്യമായിട്ട് ഒരു മെഡിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ളത്. കാരണം നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾ തന്നെ തിരിച്ചറിയേണ്ട ഒരു ടൈം ആണിത്. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു കഴിവുകൾ നിങ്ങൾ തന്നെ ആ ഒരു ഹേർട്ട് ചക്രാസ് എല്ലാം ഓപ്പൺ ആകേണ്ടതാണ്. നിങ്ങളുടെ ചക്രാസ് എല്ലാം തന്നെ ഈ ഒരു ടൈമിൽ ബ്ലോക്ക്ഡ് ആണ്. ആ ഒരു ചക്രാസ് നിങ്ങളിൽ ഓപ്പൺ ആയാൽ മാത്രമാണ് ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. സത്യങ്ങൾ എന്താന്നുള്ളത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ നിങ്ങളുടെ മനസ്സ് തയ്യാറാവുകയുമുള്ളൂ. കാരണം നിങ്ങളുടെ ഒരു ഡെസ്റ്റിനി എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ആ ഒരു കറക്റ്റ് പാത്തിലൂടെ നിങ്ങൾ പോയി ആ ഒരു ഡെസ്റ്റിനിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ നിങ്ങൾ ആദ്യം ഒന്ന് ചാർജ് ചെയ്യിക്കണം. ചാർജ് ചെയ്യിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി ലെവലിലേക്ക് നിങ്ങൾ കംപ്ലീറ്റ്ലി എത്തണം. ലോ എനർജിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളിലേക്ക് ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ആവുകയില്ല. മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് കൊണ്ടിട്ടോ അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടായിരിക്കാം. ഒരുപാട് വഴിപാടുകൾ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ചൈതന്യത്തിൽ വിശ്വസിച്ച് ഒരുപാട് പ്രാർത്ഥനകളിലൂടെയൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിലും നെഗറ്റീവ് തോട്ട്സ് ആണ് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവാത്തത്. അല്ലെങ്കിൽ നിങ്ങൾ ആ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങളിലേക്ക് വർക്ക് ആവാത്തത്. അപ്പൊ നിങ്ങൾ ആ ഒരു നെഗറ്റീവ് തോട്ട്സിനെ ആദ്യം മാറ്റിയിട്ട് കംപ്ലീറ്റ്ലി നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളിലേക്ക് ആ ഒരു കാര്യങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും എന്നുള്ളത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു എനർജി ലെവലിലേക്ക് എത്തുമ്പോൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്ന വ്യക്തികളായിക്കൊള്ളട്ടെ, സമ്പത്തായിക്കൊള്ളട്ടെ, അതെല്ലാം തന്നെ നിങ്ങളുടെ ആ ഒരു എനർജിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ അട്രാക്റ്റ് ആയിട്ട് വരുന്നതാണ്. അങ്ങനെ ഒരു അട്രാക്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് അബണ്ടൻസ്, സന്തോഷകരമായ മാറ്റങ്ങളാണ് കടന്നു വരാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ സമയങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ രീതിക്ക് ചിന്തിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെ നിങ്ങൾ ആ ഒരു ചിന്തയിലേക്ക്, ഒരു ഫിയറിലേക്ക് നിങ്ങൾ പോവാതിരിക്കുക. ഭയപ്പാടോടുകൂടി ജീവിതത്തിനെ സമീപിക്കാതിരിക്കുക. സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ അടുത്തേക്ക് എന്താണോ പറയുന്നത് അതിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. അല്ലാതെ നിങ്ങൾ ആ ഒരു നെഗറ്റീവ് തോട്ട്സ് മാത്രം എടുത്ത് മുന്നോട്ടേക്ക് പോകരുത് എന്നുള്ള ഒരു ഗൈഡൻസ് ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു നിങ്ങളുടെ ഓവർ തിങ്കിങ് ആണ് നിങ്ങളുടെ ഒരു മെയിൻ പ്രശ്നമായിട്ട് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു തോട്ട്സ് ആണ് നിങ്ങളുടെ ആ ഒരു ട്രാപ്പിലേക്ക് കൊണ്ട് എത്തിക്കുന്നത്. മറ്റുള്ള വ്യക്തിയേക്കാൾ കൂടുതൽ നിങ്ങൾ ആരുടെയൊക്കെ വലയിൽ പോയി ചാടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന 5 ഓഫ് wands ആണ്. കൂടെ നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങളെ ഉപദ്രവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രു സ്ഥാനത്തുള്ളത്. ഒരുപാട് ശത്രുക്കളുള്ള വ്യക്തികളായിട്ട് തന്നെയാണ് നിങ്ങളെ കാണിക്കുന്നത്. ആ ഒരു ശത്രുത നിങ്ങളായിട്ട് തന്നെ സമ്പാദിച്ചത് തന്നെയായിരിക്കാം. സ്നേഹം കൊടുത്തു വാങ്ങി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ ചോദിക്കും സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ എന്നുള്ളത്. വളരെ correct ആണ്. പക്ഷെ അർഹിക്കുന്നവർക്ക് മാത്രം പാത്രം അറിഞ്ഞു വിളമ്പുക. അർഹിക്കുന്നവരിലേക്ക് മാത്രം ആ ഒരു സ്നേഹം എത്തിക്കുക. അല്ലാതെ എല്ലാവരെയും ഒരുപാട് സ്നേഹിക്കാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതേ വേദനകളോട് repeat ചെയ്ത് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ആ ഒരു കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഒരു ചേഞ്ചസ് കൊണ്ടുവരണം എന്നുള്ളത് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒക്കെയാണ് നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോയിരുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ചിലവരെ സംബന്ധിച്ചിടത്തോളം അവർ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്തിട്ട് പുതിയൊരു ലൈഫ് പ്രതീക്ഷിച്ചിരുന്ന വ്യക്തികളുണ്ട്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു നീതി ലഭിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ ലൈഫ് ഒരു ബാലൻസിംഗിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ ഇപ്പൊ എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു കരിയറിലേക്ക് ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഒരു മാറ്റങ്ങൾ വരാനായിട്ട് പോവുകയാണ്.
അല്ല നിങ്ങളൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പാർട്ട്ണറെ നിങ്ങൾ ആഗ്രഹിക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആ ഒരു പാർട്ട്ണർ നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ലോസ് ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ ഒരു കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്കൊരു മാറ്റം വരുന്നു. വളരെയധികം പാഷനേറ്റോട് കൂടി നിങ്ങൾ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾക്കെല്ലാം ഒരു വിജയമാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് ലഭിക്കാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. പാസ്റ്റിലേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രസന്റുമായിട്ട് മിക്സ് ചെയ്യാതെ ആ ഒരു നൊസ്റ്റാൾജിയ മെമ്മറിയിൽ നിന്ന് പുറത്തേക്ക് വരിക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ തന്നെ നിങ്ങൾ സ്വയം കെട്ടിയിട്ടിരിക്കുകയാണ് പഴയ കുറെ ഓർമ്മകളിലും അതുപോലെ അനുഭവിച്ച കാര്യങ്ങളിലും. ഇപ്പോഴും ആ ഒരു വേദന നിങ്ങൾ ചുമന്ന് നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഹീലിംഗ് അത്യാവശ്യമാണ്. ആ ഒരു ഹീലിംഗ് നിങ്ങൾക്ക് എത്ര ശ്രമിച്ചിട്ടും ഇതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളിൽ ഒരു മറ്റുള്ളവരുടെ ഒരു സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. ഈ ഒരു കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് ഒരു ഹീലിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരെ ആവശ്യമൊക്കെ നിങ്ങൾക്ക് തേടാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാനായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അത്രയും വിശ്വാസമുള്ള ഒരു പേഴ്സൺ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. നിങ്ങൾക്ക് വിശ്വാസം തോന്നുന്ന ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ എത്തുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഹൈ വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു ലോ എനർജിയിൽ നിന്നും നിങ്ങളായിട്ട് തന്നെ ഇനി ഒരു ടൈം എത്തട്ടെ അല്ലെങ്കിൽ ഇനി കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോകട്ടെ എന്നുള്ള ചിന്ത ആ ഒരു ലാഗിങ് മെന്റാലിറ്റി നിങ്ങളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങൾ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആ ഇമോഷൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ കൺട്രോൾ ചെയ്തിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ അട്രാക്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക. ഇത് തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആ ഒരു സോൾ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ ഒരു ക്ലെൻസ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു ട്രൂ ആയിട്ടുള്ള ലൈഫിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ട്രൂ ആയിട്ടുള്ള ഇന്റൻഷൻ എന്താണ് ഈ ഒരു ടൈമിലുള്ളത് അതിലേക്ക് എത്തിപ്പെടേണ്ട ഒരു സമയം തന്നെയാണിത്. നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് ഇവിടെ ചാരിയറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇമോഷണൽ കൺട്രോളിംഗ് മെയിൻ ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ ഓവർ തിങ്കിങ് ആണ് നിങ്ങൾ മെയിൻ ആയിട്ട് കുറയ്ക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ട് മാത്രം തിങ്ക് ചെയ്ത് മുന്നോട്ടേക്ക് പോകേണ്ട ഒരു വ്യക്തികൾ തന്നെയാണിത്. കാരണം ഇവിടെ വന്നിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് ഈ ഒരു സമീപ ഭാവിയിൽ നമുക്ക് എന്താണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ, നിങ്ങൾ മാറ്റേണ്ട കാര്യങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ നോക്കിയത്. ഇവിടെ വന്നിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇനിയും കണ്ണടച്ച് വിശ്വസിച്ചിട്ട് ഇങ്ങനെയുള്ള വ്യക്തികളെ കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം വിശ്വസിച്ച് പറയുക, എല്ലാം ഷെയർ ചെയ്യുന്ന മെന്റാലിറ്റി, കണ്ണടച്ച് വിശ്വസിക്കുന്ന രീതി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഒരു തിരിച്ചടി കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിലൂടെ നിങ്ങൾ വീണ്ടും ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നീതിയാണ് ലഭിക്കാൻ പോകുന്നത്. ജസ്റ്റിസ് എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു നീതി ലഭിക്കാനായിട്ട് പോവുകയാണ്. ഏസ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു പേഴ്സണിൽ നിന്നും അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു വ്യക്തിയെ കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് ഒഴുകി എത്തുന്ന ഒരു സമയമാണിത്. പൂർണ്ണമായിട്ടും ഒരു വേദന, ടെൻ ഓഫ് സോഴ്സ്, മരണതുല്യമായ വേദനയിൽ മരിച്ചുപോയ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഒരു ജീവൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. എല്ലാ രീതിക്കും ആ ഒരു രീതിക്ക് ഒരു റെസ്റ്റിംഗ് കാർഡ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു രീതിക്ക് പോയ വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു റീബർത്ത് സംഭവിക്കാനായിട്ട് പോവുകയാണ്. ഇതുവരെ നിങ്ങൾ ചുമന്ന് നടന്നിരുന്ന ആ ഒരു ദുഃഖഭാരങ്ങളെല്ലാം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഡെത്ത് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുനർജന്മമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അത്രത്തോളം ഒരു സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന വ്യക്തികളുടെ എനർജി തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്കായിട്ടുള്ള ഒരു ഗൈഡൻസ് കൂടെ നമുക്ക് എടുത്തു നോക്കാം. എന്താണ് ഈ ഒരു ടൈമിൽ ഏഞ്ചൽസ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഗൈഡൻസ് മെസ്സേജ്? യെസ് എന്നാണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. Look for a sign. There is something better. In the near future. ഒരു കാർഡ് കൂടെ നോക്കാം. ഇംപ്രൂവിംഗ് ഹെൽത്ത് ആണ് വന്നിരിക്കുന്നത്. ബി അസർട്ടീവ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ആദ്യമേ തന്നെ ഏഞ്ചൽസ് ഗൈഡൻസ് തന്നിരിക്കുന്നത് യെസ് എന്നാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേടാൻ സാധിക്കും. രാത്രിയും പകലും എന്ന വണ്ണം നിങ്ങൾ ഒരുപാട് വേദനയിലൂടെ കടന്നുപോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി വേദനിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മളിവിടെ റീഡിംഗ് എടുത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമീപ ഭാവിയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഗൈഡൻസ് ആയിട്ട് ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്ന് തന്നെയാണ്. അപ്പൊ ഈ ഒരു സ്പ്രെഡ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുന്ന സമീപ ഭാവിയിൽ തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവ് ആയിട്ട് തന്നെ സംഭവിക്കുന്നതാണ്.
അതുപോലെ ലുക്ക് ഫോർ എ സൈനും ദെയർ ഈസ് സംതിങ് ബെറ്റർ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പിലൊക്കെ വേദനിച്ചിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടു പോയിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു പുതിയ ജീവിതം വരാനായിട്ട് പോവുകയാണെന്നുള്ളത് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ഇവിടെ വന്നിരിക്കുന്നത്. ലുക്ക് ഫോർ എ സൈൻ, നിങ്ങൾക്ക് ആ ഒരു അടയാളം നിങ്ങളുടെ മുന്നിലേക്ക് കാണാൻ സാധിക്കും. അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത്. there is something better ആണ്. അതുപോലെ ജോലി സംബന്ധമായിട്ട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ജോലിയൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്നവരാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ വളരെ മനോഹരമായ ഒരു ജോലിയാണെന്നുണ്ടെങ്കിലും മറ്റെന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും. ഇംപ്രൂവിംഗ് ഹെൽത്ത് ആണ്. ഞാൻ പറഞ്ഞു മെഡിറ്റേഷൻസ് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഓവർ തിങ്കിങ് ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഹെൽത്ത് തന്നെയാണ്. ലോ എനർജിയിലേക്ക് പോകുന്തോറും നിങ്ങളുടെ ഹെൽത്ത് കൂടിയാണ് മോശപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്. അതുപോലെ ബി അസർട്ടീവ് ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തന്നെ അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. വരുന്ന സമീപ ഭാവിയിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാനായിട്ട് പോസിറ്റീവ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇവിടെ ഗൈഡൻസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന റീഡിങ്സിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇതൊരു ഗൈഡൻസ് ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്യിക്കാവുന്നതുമാണ്. അതുപോലെ റെസനേറ്റ് ചെയ്യുന്നവരെ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുകയും കൂടെ ചെയ്യണേ. അപ്പോൾ നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.